മുട്ടാർ കൃഷിഭവന്റെ പരിധിയിലുള്ള വിദ്യാർത്ഥി കർഷകനും കഴിഞ്ഞ വർഷത്തെ കുട്ടി കർഷകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ അർജുനുമായുള്ള സംഭാഷണം. നമസ്കാരം അർജുൻ, എങ്ങനെയുണ്ട്? കൃഷിയൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല പോകുന്നു. ഇപ്പൊ ബന്ദിപ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓണത്തിന് വേണ്ടി. പിന്നെ പറമ്പിൽ വെള്ളമായിരുന്നു, അതുകൊണ്ട് തട്ട് കെട്ടിയാ. ഗ്രോ ബാഗ് ബന്ദിപ്പൂ ഉണ്ട്, പയറുണ്ട്, പച്ചമുളക് ഉണ്ട്. ഇപ്പൊ വെള്ളമായോണ്ട് തട്ടിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്കാ ഗ്രോ ബാഗ് വെച്ചേ. അങ്ങനെ കുറച്ചുണ്ട്. ബന്ദിപ്പൂ ഇപ്പൊ കൂടുതല്. അപ്പൊ ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യുവോ അതോ വൈകിട്ട് വന്നിട്ട് നോക്കുവോ അതോ എങ്ങനെയാണ്? വീട്ടിൽ വന്നിട്ട് നോക്കും. രാവിലെ ഇപ്പൊ കൂടുതൽ നോക്കും, ചിലപ്പോ വൈകുന്നേരം ട്യൂഷൻ കാണും. അതുകൊണ്ട് ഇപ്പൊ രാവിലെ കൂടുതലും നോക്കുന്നത്. ബന്ദിപ്പൂ എത്ര ചുവട് വെച്ചിട്ടുണ്ട്? ബന്ദിപ്പൂ കൊറേ ചാക്കിലുണ്ട്. ചാക്കിലാ, ഗ്രോ ബാഗ് നമ്മള് ചാക്കിലാ വെക്കുന്നത്, അതുകൊണ്ട് കൊറേ ചാക്കുണ്ട്. അപ്പം ഓണം കണക്കാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. എവിടുന്ന് അതിന്റെ ഇത് കിട്ടിയത്, സീഡൊക്കെ കിട്ടിയത് എവിടുന്നാ? സീഡല്ല, നമ്മൾ ഹൈബ്രിഡ് തൈ വരുത്തുമായിരുന്നു. ആലപ്പുഴയിൽ അരുൺ ചേട്ടൻ ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ കൊണ്ട് വരുത്തുമായിരുന്നു. ഓക്കെ ഓക്കെ. അതിന് എങ്ങനെ വളം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എങ്ങനെയാണ് കൃഷി രീതിയൊക്കെ ഒന്ന് പറയോ? പറയാം. മണ്ണ് നമ്മള് കൂടുതലും മണ്ണ് തന്നെ ആദ്യം അഴുകിയ ചപ്പൊക്കെ ഇട്ടിട്ട് മണ്ണിലോട്ട് നമ്മുടെ തേങ്ങാ പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി, ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നടും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 90 എന്ന് പറഞ്ഞ വളം നമ്മൾ വെള്ളത്തിലോട്ട് കലക്കി സ്പ്രേ ചെയ്യും. എന്താ അങ്ങനെയുള്ള ഇതിന്റെ കാറ്റ്, കുങ്ങിണിയുടെ കാറ്റ്, കാരണം അതിനധികം കീടങ്ങളോ അങ്ങനെ ബാധിക്കാത്ത ചെടിയാ. അതെ. അതുകൊണ്ട് കുങ്ങിണിയിൽ അങ്ങനെ അധികം വളങ്ങളല്ല, സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. അടിവളമായിട്ട് നമ്മൾ ഇതാ കൊടുക്കുന്നത്, എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ, വേപ്പിൻ പിണ്ണാക്കും. അപ്പൊ അർജുന, ഇതൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ വളം ചേർക്കണം? അത് അറിയാമായിരുന്നോ അതോ കൃഷിഭവനിൽ നിന്നോ മറ്റോ? അറിയാമായിരുന്നു. പിന്നെ കൃഷിഭവനിൽ നിന്ന് തന്നെ നല്ല സപ്പോർട്ടുണ്ട് എല്ലാ കാര്യത്തിനും. നിങ്ങളുടെ കൃഷിഭവൻ ഏതാണ്? മുട്ടാർ കൃഷിഭവൻ. കൃഷിഭവനിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ? അതെ അതെ അതെ. നമുക്ക് എന്നാ കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാനും പറയാനും എല്ലാം. അവിടുത്തെ മേഡത്തിന്റെ പേര് ലക്ഷ്മി മേഡം എന്നാ. മേഡം എല്ലാത്തിനും നല്ല സപ്പോർട്ടാ. അപ്പം ബന്ദിപ്പൂവിന്റെ കൃഷി എങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ അതിന് കൂടാതെ പച്ചക്കറികളും പച്ചമുളകും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? എങ്ങനെ ഇതിന്റെ ഇടയ്ക്കാണോ? ഈ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോ. അപ്പൊ എങ്ങനെയാണ്, എല്ലാം ഗ്രോ ബാഗിലാണോ? അതെല്ലാം ഇപ്പൊ നമുക്ക് ഈ 2-3 മാസം, അതായത് ഓണം കഴിയുന്നിടം വരെ നമുക്ക് ഇവിടെ പറമ്പിൽ വെള്ളവാ, മഴ കാരണം. അപ്പം നമ്മളിങ്ങനെ തട്ടടിച്ച്, അച്ഛന് കോൺട്രാക്റ്റാ വീടിന്റെ, അതുകൊണ്ട് അതിന്റെ തട്ടുണ്ട്. അതുപോലെ തട്ടടിച്ച് അതിനെ മണ്ടയ്ക്ക് ചാക്കില്ല. അതല്ലാത്ത സമയത്ത് നമുക്ക് പറമ്പിൽ ചീര, മറ്റുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ല, ക്യാബേജും കോളിഫ്ലവർ, അതിന്റെ സീസൺ കഴിഞ്ഞല്ലോ. നേരത്തെ ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പൊ ഈ ബന്ദിപ്പൂ അല്ലാതെയുള്ള പച്ചക്കറികളൊക്കെ എത്ര ചുവടുണ്ട്? ഈ പച്ചമുളക് ഒരു 10-15 ചുവടുണ്ട്. പിന്നെ വെണ്ടയ്ക്കയും കുറച്ചുണ്ട്. വെണ്ടയ്ക്ക നല്ലപോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഈയിടെ ഒരു TV ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഈയിടെ, വെണ്ടയ്ക്ക ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ തട്ടൊടിഞ്ഞു പോയി, വെണ്ടയ്ക്ക എല്ലാം പോയി. വെള്ളത്തിൽ വീണ്. അയ്യോ, അപ്പൊ അതെന്താ അങ്ങനെ പറ്റി? വെള്ളം മഴ പെയ്തിട്ടാണോ? മഴ പെയ്ത് നമ്മുടെ തട്ട് ഒടിഞ്ഞു പോയതാണ്. നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. തട്ട് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞു പോയി. അതെ അതെ അതെ. വെള്ളം മഴ പെയ്തപ്പോ? അതെ അതെ. അയ്യോ, അത് വലിയ കഷ്ടമായി പോയല്ലോ. അപ്പൊ നഷ്ടം ഉണ്ടായോ? കൊറേ പോയോ? കുറച്ചു പോയി. ഒരു 10-30 ഗ്രോ ബാഗിൽ പോയി. അയ്യോ, അപ്പൊ ബാക്കി എത്രയുണ്ട്? അപ്പം ഇനിയിപ്പം വെണ്ട നിപ്പില്ലേ വേറെ? എന്തോ? വേറെ വെണ്ട നിപ്പില്ലേ? ഉണ്ട് ഉണ്ട്. അതെത്രയുണ്ട്? അത് ഒരു 10 ചുവടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വേറെ പച്ചക്കറിയൊക്കെ എന്തുണ്ട്? അത് നമ്മുടെ ഈ പ്രദേശത്ത് സാധാരണ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പച്ചക്കറികളൊക്കെ ഏതൊക്കെയാണ് അർജുന്റെ ഒരു അറിവില്, ചെറിയ അറിവില്? നമ്മുടെ ഇവിടെ പയറ് മിക്ക സമയത്തും, എല്ലാ മാസങ്ങളും പയറിടാൻ പറ്റും. അത് ഇപ്പൊ നമ്മളിപ്പോ അടുത്ത സെക്ഷൻ അരി പാകിയിട്ടുണ്ട്, അത് കിളുക്കുന്നുണ്ട് ട്രേയിലെ. എന്ത് പയറാണ്? കുറ്റിപ്പയറാണോ അതോ? അല്ല, വലിയ റോക്കറ്റ് പയർ എന്ന് പറയും. റോക്കറ്റ് പയർ, അതിന്റെ ഹൈബ്രിഡ് വിത്ത് വരുത്തിയിട്ട് അത് പാകിയിട്ടുണ്ട്.
പിന്നെ വഴുതനയൊക്കെ പാകിയിട്ടുണ്ട്, അതെല്ലാം കിളുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമുക്ക് പറമ്പിൽ വെള്ളം, അതുകൊണ്ട് തട്ടടിച്ച് ഇപ്പൊ 3 മാസത്തേക്ക് അധികം ചെയ്യുന്നില്ല. തട്ടിലാണ് മിക്കതും. ഇപ്പൊ ഈ ബന്ദിപ്പൂ ആണേലും എല്ലാം നല്ല വലിയ തട്ട് കെട്ടി തട്ടില. അപ്പൊ ഈ നമ്മുടെ ഓണ സമയത്ത് എവിടെയായിരിക്കും ഇത് സെയിലൊക്കെ ചെയ്യുന്നത് ഈ പൂവെല്ലാം? ബന്ദിപ്പൂ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് തന്നെ കസ്റ്റമേഴ്സ് വരാറുണ്ട്. നമ്മള് അധികം ഇങ്ങനെ ആൾക്കാരെ തേടി പോകേണ്ട കാര്യം വരാറില്ല. ഇങ്ങോട്ട് തന്നെ ആൾക്കാർ വരും. നേരത്തെ ആൾക്കാർ വരാറുണ്ട്. നേരത്തെയും അർജുൻ ചെയ്യുന്നതാണല്ലേ ഇത്? ബന്ദിപ്പൂ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, അതിലും കുറച്ചും കൂടെ കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ട്. കൃഷിഭവനിൽ നിന്നുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? അർജുനൊക്കെ കിട്ടുന്ന, കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? എനിക്ക് കൃഷിഭവനിൽ നിന്ന് മിക്കപ്പോഴും ഗ്രോ ബാഗും മണ്ണുമായിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തൈകളാണേലും കിട്ടാറുണ്ട്. ഇപ്പം ബന്ദിപ്പൂ ഒരു 25 തൈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയായിരുന്നു. കൂടാതെ അതെ അതെ. അതുപോലെ തന്നെ ഗ്രോ ബാഗ്, മണ്ണായിട്ട് തന്നെ ഗ്രോ ബാഗ് ഒക്കെ മിക്കപ്പോഴും സബ്സിഡിയിലൊക്കെ കിട്ടാറുണ്ട്. ഈയിടെ ഒരു 33 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടി ഒരു സ്കീം വഴി, മണ്ണും ഗ്രോ ബാഗും കൂടെ. അങ്ങനെ ഒരുപാട് സഹായങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധാരണ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ, ബന്ദിപ്പൂ അല്ല മറ്റ് കൃഷിക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒരു പരിഹാരം കാണുന്നത് അർജുനും ഒക്കെ? എന്തെങ്കിലുമൊക്കെ ഒരു രോഗങ്ങളൊക്കെ ഇതിന് പിടിപെടാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രതിവിധിയാണ് ചെയ്യുന്നത്? അതിന് എന്തൊക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട്? ഹലോ, നമ്മുടെ നാട്ടിൽ മുട്ടാറ് ഈ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ എന്തൊക്കെ രോഗങ്ങളാണ് സാധാരണ ഉണ്ടാകുന്നത് അർജുന്റെ ഒരു അറിവ് വെച്ചിട്ട്? നമുക്ക് ചെടിക്കല്ലേ? അതെ, പച്ചക്കറികൾക്കൊക്കെ. പച്ചക്കറിക്ക് നമുക്ക് കൂടുതലും ഈ പുഴുശല്യമാണ് ഉണ്ടാകാറുള്ളത്. പുഴുശല്യത്തിന് ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇപ്പൊ പച്ചമുളകൊക്കെ ആണെങ്കിൽ തുടക്കത്തില് ഈ പുഴു നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഒരു 8 മണിക്കൂർ കഞ്ഞിവെള്ളം വെക്കുക. അതിന്റെ ഇരട്ടി വെള്ളമായിട്ട് സ്പ്രേ ചെയ്താൽ തന്നെ അതൊക്കെ മാറും. ആദ്യമാണെങ്കിൽ. അത് ഒത്തിരി ആകുമ്പോഴാണ് നമ്മൾ മറ്റു കൂടിയ വളങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. പോകണ്ട. പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല അങ്ങനെ. നമ്മള് കഞ്ഞിവെള്ളത്തിലൊക്കെ വേഗം തന്നെ അത് തുടക്കത്തിൽ തന്നെ കളയും അല്ലേ? കളയും, അതെ അതെ. അപ്പൊ തന്നെ അത് നല്ലോണം പൊക്കോളും. പിന്നെ വെണ്ടയിലൊക്കെ ആണേലും അതൊക്കെ തന്നെ ചെയ്യാറുള്ളത്. പിന്നെ പച്ചക്കറിയും കൊണ്ട് നമ്മുടെ ഇതില്ലേ മത്തിയെ ശർക്കര കൊണ്ട് സ്ലറി അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് നല്ല പ്രയോജനമാണ് അല്ലേ? അതെ അതെ അതെ. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ പഠിച്ചെടുത്തതാണോ അതോ വേറെ എവിടെന്നെങ്കിലും കിട്ടിയ അറിവുകളാണോ അർജുന? അതെ, എനിക്ക് മേഡവും പറഞ്ഞു തരാറുണ്ട് കൃഷിഭവനിലെ. അതുപോലെ തന്നെ ഫോണിൽ ഓരോന്നും നോക്കും. നമ്മുടെ സുജിത്ത് ഉണ്ടല്ലോ, കുഴിയിലെ. അതെ അതെ, ചേട്ടന്റെ വീഡിയോസ് നോക്കും. അങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസ് ഒക്കെ നോക്കിയൊക്കെ പഠിച്ചെടുക്കും. അപ്പം ഈ ഓണത്തിന് ഇട്ട കൃഷിയൊക്കെ നല്ല വിളവൊക്കെ ഉണ്ടാവട്ടെ, എന്നിട്ട് വീണ്ടും കൂടുതൽ അവാർഡുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണത്? ഉണ്ട്. ഞാൻ സെന്റ് സേവിയേഴ്സ് മിത്രകയിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം അവിടെ 10 വരെ ഉള്ളായിരുന്നു. ഇപ്പൊ +2 ആണോ? ഇപ്പൊ +1 ഞാൻ ഞങ്ങളുടെ മുട്ടാർ സെന്റ് ജോർജ് HSSലാ. എന്താണ് എടുത്തിരിക്കുന്നത്? ഞാൻ ബയോളജി സയൻസ്. എന്നിട്ട് ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? അർജുൻ നല്ലൊരു കർഷകനാണെന്നൊക്കെ ടീച്ചേഴ്സ് ഒക്കെ അറിഞ്ഞോ അവിടെ? അതെ, അവിടെ കുറച്ച് ടീച്ചേഴ്സിനൊക്കെ അറിയാം. പ്രിൻസിപ്പാളിനും HM-നും ഒക്കെ അറിയാം. അവര് അല്ല, ഞാൻ പഴയ സ്കൂളാണേലും ഇവരും ഒക്കെ എല്ലാരും നല്ല സപ്പോർട്ടാണ്. ഈ നമ്മുടെ സ്കൂളൊക്കെ ക്ലാസ്സൊക്കെ മിസ്സാവാറുണ്ടോ അതോ കൃഷിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക്? അപ്പൊ ആ സമയത്ത് എനിക്ക് സെൻസിയെ 10 പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത്. ആ സമയങ്ങളിൽ ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ട്. പക്ഷെ ടീച്ചർമാരെ ഇതുകൊണ്ട് അവര് വീട്ടിൽ വിളിച്ചും, മാത്സിന്റെ ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു സിസ്റ്റർ ആയിരുന്നു, ആ സിസ്റ്റർ എന്നെ അവരുടെ സിസ്റ്ററിനെ താമസിക്കുന്നിടത്തോട്ട് വിളിച്ച് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ ആണേലും അവിടെ മേബിൾ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്. ടീച്ചറാണേലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെ HM-ഉം ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അത് തന്നെ ആ സപ്പോർട്ട് തന്നെ എനിക്കിപ്പം ഞാൻ ഇപ്പോഴത്തെ സ്കൂളിലും കിട്ടുന്നുണ്ട്.
അതെ അല്ലേ? അപ്പം സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും പരിസരത്തിൽ ആണെങ്കിലും കൃഷിഭവനിൽ നിന്നൊക്കെ ആണെങ്കിലും അർജുനെ എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക് യു അർജുന ഇനിയും കൂടുതൽ കൂടുതൽ കൃഷിയിലേക്ക് വരട്ടെ. ശരി. ഓക്കെ. നമസ്കാരം മുട്ടാർ കൃഷി ഓഫീസർ. നമ്മുടെ അർജുൻ്റെ കൃഷിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. മുട്ടാർ കൃഷിഭവൻ്റെ സഹകരണങ്ങളെക്കുറിച്ച് അർജുൻ വാതോരാതെ പറയുകയായിരുന്നു. എന്തു പറയുന്നു കൃഷി ഓഫീസർ? അർജുൻ വളരെ നല്ല കുട്ടിയാണ്. എന്ന് വെച്ചാൽ പഠിത്തത്തോടൊപ്പം തന്നെ കൃഷിയും മുന്നോട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിൽ നമ്മൾ അധികം അങ്ങനെ കാണാറില്ല. കുട്ടികൾ കൃഷിയിലോട്ട് വരുന്നത് നമ്മൾ അത്രയും കുട്ടികൾക്ക് കൂടുതൽ പഠിത്തത്തിനാണ്, വീട്ടുകാരായാൽ പോലും പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അർജുൻ്റെ കേസ് അങ്ങനെയല്ല. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. അത് മാത്രമല്ല കുട്ടി നല്ല താല്പര്യമുള്ള കുട്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം വീട്ടിൽ പോയപ്പോഴത്തേക്കും തന്നെ അവനിങ്ങനെ ഭയങ്കര എന്തൂസിയാസത്തോടു കൂടിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയും കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നത്. അത് പച്ചക്കറി കൃഷി, നമ്മുടെ വിളകൾ മാത്രമല്ല, അവൻ കോഴി, മുയൽ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ കുറേ കോഴി ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ചത്തുപോയി, അസുഖം വന്ന് ചത്തുപോയി, അങ്ങനെയൊക്കെ വിഷമത്തോടെ പറയുന്നത്. നമ്മൾ ഈ തലമുറയിൽ അങ്ങനത്തെ കുട്ടികളെ കാണാൻ ബുദ്ധിമുട്ടാണ് കൃഷിയിലേക്ക്. അതെ, കുട്ടികളിപ്പം കൂടുതലായിട്ട് ഫോൺ അഡിക്ഷൻ, ഫോണിലെ ഗെയിം. അപ്പം അതിൽ കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു കുട്ടി തന്നെയാണ് അർജുൻ. അത് ഭയങ്കര താല്പര്യം, അവൻ്റെ കൃഷിയുടെ താല്പര്യം കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇപ്പോഴും ഇങ്ങനത്തെ കുട്ടികളുണ്ടോ എന്ന് നമുക്ക് തോന്നും. അവൻ്റെ കൃഷിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് കുട്ടനാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഒരു ചെറിയ വെള്ളമാണെങ്കിലും മുട്ടാർ പ്രത്യേകിച്ച് ചെറുതായിട്ടൊന്ന് മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വെള്ളം കയറും. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ തട്ടടിച്ചിട്ടാണ്, അർജുൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, തട്ടടിച്ചിട്ട് അതിൻ്റെ മുകളിലെ ഗ്രോ ബാഗ് വെച്ചിട്ടാണ് പച്ചക്കറി ആയാലും ബന്ദിപ്പൂ ആയാലും കൃഷി ചെയ്ത് പോരുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മൾ നോർമലുള്ള ഒരാളാണെങ്കിൽ വിചാരിക്കുമോ വെള്ളം കയറി പോയി പിന്നെ പോട്ടെ. പക്ഷെ അങ്ങനെ വിചാരിക്കാതെ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള രീതിയിൽ ചിന്തിച്ച് തട്ടടിച്ച് അതിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്, അതൊന്നും ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അങ്ങനെ തട്ടടിച്ച് കൃഷി ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അർജുനെ പോലുള്ള കുട്ടികളല്ല, താല്പര്യമുള്ള ആൾക്കാർ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ ഓൾട്ടർനേറ്റീവ്സ് നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നല്ല താല്പര്യമുള്ള, കൃഷിയിലേക്ക് താല്പര്യമുള്ള, കൃഷി ഓഫീസർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അർജുൻ. കുട്ടി കർഷകൻ അർജുൻ, മുട്ടാർ കൃഷിഭവൻ ഓഫീസർ കുമാരി ലക്ഷ്മി ആർ കൃഷ്ണൻ എന്നിവർ സംസാരിക്കുകയായിരുന്നു.